നീണ്ട ട്രാപ്പിങ്ങിൻ്റെ ബന്ധപ്പെടുത്തി എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ റബ്ബർ കർഷകർക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എൻ്റെ രണ്ടോ മൂന്നോ വീഡിയോയോട് അവതരിപ്പിച്ചുകൊണ്ട് നീണ്ട ട്രാപ്പിങ്ങിനെ പറ്റിയുള്ള ഈ വീഡിയോ സമാഹാരങ്ങൾ നിർത്താമെന്ന് കരുതുകയാണ്. ഇപ്പോൾ തന്നെ 10-20 വീഡിയോയോട് ഇറക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോയുടെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പേ കുറേയെല്ലാം പോയിൻ്റ് ആശയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി റബ്ബർ മരത്തെ എങ്ങനെ പണമരമാക്കാം എന്നാണ്. പണമരം എന്ന് കേട്ടാൽ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ചൊല്ലുണ്ട്. ചിലർ നിനക്ക് എന്നാടോ ഒരു കാറ് മേടിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും: എൻ്റെ പറമ്പിൽ ഉളുത്തിയാൽ പണം വീഴുന്ന പണമരമൊന്നുമില്ല എന്നായിരിക്കും ഒരു പക്ഷേ ഉള്ള മറുപടി. ഈ പണമരം എന്ന് പറഞ്ഞാൽ പണം കുലിക്കുക, പണം താഴോട്ട് വീഴുന്ന ഒരു ശൈലി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ റബ്ബർ മരത്തെ പണമരമാക്കി മാറ്റാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന ആശയം. എന്തെന്നാൽ ഈ റബ്ബർ മരത്തെ നിങ്ങൾ തന്നെ, ഞാൻ ഇതിനോടകം ഇറക്കിയ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പം പലർക്കും ഇതിനോട് ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ അകലത്തേക്കാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ന്യായമായി. അത് ഇരട്ടിയല്ല, 4-5 ഇരട്ടി ഉൽപ്പാദനം വർദ്ധിക്കും, മരത്തിൻ്റെ ആയുസ് 100 വർഷമാക്കാം. ഇതൊക്കെ പറഞ്ഞാൽ ഇയാൾ എന്താണ് ഈ പറയുന്നത്? എങ്ങനെ ഉണ്ടാക്കാം? ഞങ്ങൾക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ, ഇയാൾ പിന്നെ ഇത് എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? എന്നാ മാജിക്കാണ്, മന്ത്രമാണ് എന്നൊക്കെ ആലോചിച്ച് പോകും. കാര്യം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അതോറിറ്റി എന്ന് പറയുന്ന റബ്ബർ ബോർഡ് പോലും ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, അവരൊക്കെ ഒന്നും അറിയത്തില്ലേ എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ വരും. പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന ഒരു വസ്തുത ഇതാണ്: നിങ്ങൾ ബുദ്ധിയുള്ളവരെ, എല്ലാവർക്കും മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിയില്ലെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ചിലരെ കാര്യകാരണ സഹിതം ബുദ്ധിപൂർവ്വം ശാസ്ത്രീയമായി വിലയിരുത്തി കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ റബ്ബർ മരം എന്ന് പറയുന്ന ആ വൃക്ഷം പാല് തരുന്ന വൃക്ഷമാണ്. നമുക്കറിയാലോ, പശു നമുക്ക് പാല് തരുന്നു, റബ്ബർ മരവും നമുക്ക് പാല് തരുന്നു. പാല് രണ്ടും വ്യത്യസ്തമാണ്. അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ അല്ലെങ്കിൽ രുചിയൊക്കെ വ്യത്യസ്തമാണ്. എന്നിട്ട് പോലും രണ്ടിനെയും പാലെന്നാണെന്ന് പറയുന്നത്. രണ്ടും വെളുത്തിരിക്കും, ദ്രാവകമാണ്, അപ്പോൾ പാല് തരുന്നു. ഈ പശുവും റബ്ബർ മരവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. ഞാനൊരു ഒരാളത്തിൽ പറഞ്ഞു പശുമരം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഞാനിപ്പോൾ ആ സ്ഥാനത്തേക്ക് പണമരം എന്ന ആ വാക്ക് അല്ലെങ്കിൽ വാക്ക് ഉപയോഗിക്കുകയാണ്, പണമരം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമുക്കൊരു പശുവിനെ വളർത്തുന്ന ഒരു നല്ല കർഷകനെ, ആ പശുവിൻ്റെ 4 മുലകൾ നമ്മൾ കറക്കണം. 4 മുല, ഒരു 8 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിൻ്റെ 4 മുല കറന്നില്ലെങ്കിൽ 1 മുല മാത്രം കിട്ടുന്നാൽ 2 ലിറ്ററേ കിട്ടുകയുള്ളൂ. 2 മുല കറന്നാൽ 4 ലിറ്റർ കിട്ടും. 3 മുല കറന്നാൽ 6 ലിറ്റർ കിട്ടും. 4 മുലയും കറന്നാൽ 8 ലിറ്റർ കിട്ടും. പക്ഷേ 1 മുല മാത്രം കറന്നാലത്തെ സംഭവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കർഷകൻ ഈ പശുവിന് ഒരു 10 ലിറ്റർ കിലോ ഓക്ക ദിവസം കൊടുക്കണമെന്നുള്ള അത് പാല് കിട്ടുന്നതിനനുസരിച്ചാണല്ലോ ഈ തീറ്റ നമ്മൾ അതിൻ്റെ അളവൊന്നും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 50 ലിറ്റർ കിട്ടുന്നതിനാണെങ്കിൽ അതനുസരിച്ച് ഓക്കയുടെ അളവ് കൂട്ടണം. ഇത് 8 ലിറ്റർ കിട്ടണം, 10 കിലോ ഓക്ക കൊടുക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 കിലോ ഓക്ക കൊടുക്കുമ്പോൾ ആ 10 കിലോയ്ക്ക് നിന്ന് 8 ലിറ്റർ പാല് ഉൽപ്പാദിക്കുന്നു. പക്ഷേ കറന്നെടുക്കുന്ന 2 ലിറ്റർ ആണെങ്കിൽ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, പിറ്റേ ദിവസത്തേക്ക് ഉൽപ്പാദനം 2 ലിറ്ററായിട്ട് കുറയും. അപ്പോൾ ഇതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു പരമാവധി ഉണ്ട്. അതനുസരിച്ച് പാല് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് നമുക്കെന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ 4 മുലയും കറക്കുന്നു, 1 മുലയെ കറക്കുന്നുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് 2 ലിറ്ററേ കിട്ടുന്നുള്ളൂ. പക്ഷേ 8 ലിറ്ററിനുള്ള തീറ്റ കൊടുത്തു, 2 ലിറ്ററേ കറന്നെടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ ഉൽപ്പാദനം അങ്ങ് മന്ദീഭവിക്കും ഈ പശുവെ.
അപ്പം എപ്പോഴും 8 ലിറ്ററിനുള്ള പിന്നെ പാല് അതിൻ്റെ അകട്ടിൽ ചുരന്ന് നിൽക്കും. പിന്നെ 2 ലിറ്റർ കടത്താളും പിറ്റേ ദിവസം ആ 2 ലിറ്ററോടെ നിറഞ്ഞ് 8 ലിറ്റർ നിറഞ്ഞിരിക്കും. അതാണ് എൻ്റെ പ്രകൃതിയുടെ ഒരു നിയമം എന്ന് പറഞ്ഞവരാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നു, വളം കൊടുക്കുന്നു, അതുപോലെ മറ്റു പിന്നെ പരിചരണ മുറകളെല്ലാം റബ്ബറിന് കൊടുക്കുന്നു. ആ വളം മേളിൽ ചെന്ന് ഇലയിലാണ് ഇതിൻ്റെ ആറ്റൽ സെല്ലുകളിലാണ് ഇതിൻ്റെ പിന്നെ പാലിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം നടക്കുന്നത്. ആ സെല്ലിൽ പിന്നെ പാലിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അത് ഒരു പങ്ക് 3/4 പങ്കും താഴോട്ട് ഒഴുകുകയാണ്. പിന്നെ അതിൻ്റെ സെല്ലുകളിലേക്ക് ഇരകളിലേക്കൊക്കെല്ലാം ഒഴുകുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഞാനിതൊക്കെ മുമ്പേ സൂചിപ്പിച്ചില്ല, എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പിന്നെ അശുദ്ധരക്തം ഹൃദയത്തിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ശുദ്ധരക്തം ശരീരഭാഗങ്ങളിലേക്ക് ഒഴുകുന്നു. ഈ 2 ഒഴുക്കുണ്ട്. അപ്പോൾ ഈ 2 ഒഴുക്കും ഒരു ഒഴുക്ക് തടഞ്ഞാൽ തന്നെ ആ മനുഷ്യൻ്റെ ആയുസ് നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പം 2 ഒഴുക്കും പ്രധാനമാണ്. അശുദ്ധരക്തം ഹൃദയത്തിലോട്ട് ഒഴുകുന്നു, പിന്നെ ശുദ്ധരക്തം ശരീരഭാഗൻ്റെ ആ കാലിലേക്കും കയ്യിലേക്കും എല്ലാം ഒഴുകുന്നു എന്ന് പറഞ്ഞവരാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ തണ്ണിപ്പിട്ടയിലൂടെ വളവും വെള്ളവും മിശ്രിതം ഇലയിലേക്ക് എത്തുന്നു. തിരിച്ച് അവിടെ നിന്നുണ്ടാകുന്ന പാല് ഈ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെല്ലുന്നു. കൂടുതലായിട്ടും താഴേക്ക് ഒഴുകുന്നു, വേരുപടലിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ഒഴുകി വരുന്ന പാലാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കളക്ട് ചെയ്യുന്നത്. ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു മലത്തുകൊട്ട മാത്രം വെട്ടുന്നു. ഒരു പശുവിൻ്റെ ഒരു മലത്തുകൊട്ടയ്ക്ക് ഒരു പകുതി ചുറ്റളയിൽ ഒരു മലത്തുകൊട്ടയ്ക്ക് അതിൻ്റെ മുകളിൽ ഒരു കമത്തുകൊട്ടയുണ്ട്. അതുപോലെ മറുവശത്തും ഒരു കമത്തും മലത്തുണ്ട്. അപ്പോൾ 4 അങ്ങനെയാണല്ലോ 4 പട്ടയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മലത്തുകൊട്ട മാത്രം വെട്ടുമ്പം ഈ 4 പാലേ നമ്മൾ ഈ മരത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഓരോ ദിവസവും 4 ഇന്ന് ഈ മരത്തിന് ഉൽപ്പാദിപ്പിക്കാവുന്നതിൻ്റെ 4 ഉൽപ്പാദനം നടക്കുകയുള്ളൂ. നോക്കണം എത്ര വലിയ നഷ്ടമാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. മാത്രമല്ല ഈ മരത്തിൽ പശുവിൻ്റെ വീട്ടിൽ പാല് കെട്ടി നിന്നാൽ എങ്ങനെയാണോ പശുവിന് ദോഷം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ റബ്ബറിനും ദോഷം ചെയ്യും. അതുപോലെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഞാൻ എങ്ങനെയാണ് ഈ ഇപ്പം തന്നെ ഈ മരത്തിന് ഇപ്പം ഈ മരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ ഇനമാണ്. 4-ാം വർഷം ടാപ്പിങ് തുടങ്ങി. ഇപ്പോൾ 5 വർഷം കൂടെ വെട്ടി 9 വർഷം കഴിഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നെ പ്രായം. അങ്ങനെ ഒരു മരമാണ്. ഈ 1.5 ലിറ്ററിൻ്റെ ചിരട്ടയാണിത്. ഇത് നിറച്ച് പാല് കിട്ടുവാണെന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് കിട്ടുന്ന എൻ്റെ അർത്ഥം. 1.5 ലിറ്റർ എന്ന് പറയുമ്പം 4-ാം പൊക്കമാണ് വെട്ടുന്നത്. അപ്പം 40 DRC വരെ ലഭിക്കും. അപ്പോൾ 1.5 ലിറ്റർ എന്ന് പറയുമ്പം 600 ഗ്രാമിൻ്റെ ഒരു ഷീറ്റ് എന്നാണ് ഒരു കണക്ക്. അത് ചിലപ്പോൾ ഇച്ചിരി കൂടിയെന്ന് വരാം, ഇത്ര കുറഞ്ഞെന്നൊക്കെ വരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്. ഈ നമ്മൾ എനിക്കെങ്ങനെ ഈ ഒരു ഷീറ്റ് കിട്ടും? നിങ്ങളൊക്കെ വെട്ടിയാൽ ഒരു മരത്തിൽ തന്നെ 9 വർഷം പ്രായം മരത്തിന് ഒരു ഷീറ്റ് കിട്ടുന്നില്ല. എനിക്കെങ്ങനെ കിട്ടുന്നതെന്നാണ് അടുത്ത ചോദ്യം. എനിക്ക് എൻ്റെ ഈ മാജിക്കും മന്ത്രവും ഒന്നുമില്ല. ഞാൻ ഈ ശാസ്ത്രത്തെ അപഗ്രന്ഥിച്ച് പഠിച്ച് കണ്ടെത്തിയ വിദ്യയാണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ ഞാൻ ഇതിന് കപ്പാസിറ്റി ആയിട്ട് ഒരു ഷീറ്റ് ഒരു ദിവസം 1.5 ലിറ്റർ പാല് ഇതിന് ഉൽപ്പാദന ശേഷിയുണ്ട്. അത് ഞാനിങ്ങ് എടുക്കുന്നു. അപ്പോൾ എടുക്കുന്നതുകൊണ്ട് 4 ദിവസത്തിനകം ഈ എടുത്ത 1.5 ലിറ്റർ പാല് ഇതിൻ്റെ മുകളിൽ ഉൽപ്പാദനം നടന്നു കഴിയും. ഈ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അത് വിതരണം ചെയ്ത് കഴിയും. അപ്പം രാവിലെ ചെന്ന് പശുവിനെ കറക്കാൻ നേരത്ത് അവിടെ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ 4-ാം ദിവസം ടാപ്പ് ചെയ്യാൻ ചെല്ലുമ്പം ഇത് വീണ്ടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എടുത്തപ്പോൾ പാല് ഇറങ്ങി വരുന്നു. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന പരാജയം ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ എടുക്കാവുന്ന പാലെടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വളം ചെയ്യുന്നു, എല്ലാ പരിചരണങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ എടുക്കാവുന്ന പാലെടുക്കുന്നില്ല. എടുക്കാൻ മേലാത്ത കാര്യം എന്താണെന്ന് നിങ്ങളൊന്നുകൂടെ മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ടാപ്പിംഗ് രീതിയാണ് അതിൻ്റെ പ്രധാന ഘടകം. ഞാൻ പറഞ്ഞല്ലോ 2 ഒഴുക്കുണ്ടെന്ന് പറഞ്ഞ് 2 ഒഴുക്കും തടയാൻ പാടില്ല. പണ്ടൊക്കെ കാലത്തെ പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ ഈ സ്ലോട്ടർ ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മേലോട്ടുള്ള ഒഴുക്കും തടയും, താഴോട്ടുള്ള ഒഴുക്കും തടയും. ഈ തടി കൂട്ടി ചെത്തിക്കഴിയുമ്പം പിന്നെ തണ്ണിപ്പട്ട മുഴുവൻ മുറിക്കുകയാണ്. തടിയിലൂടെ ഈ വളമിശ്രിതം പോഷകാംശം മേലോട്ട് കയറിയാൽ അപ്പം മേലോട്ടുള്ള ഒഴുക്കം തടയുന്നു തടി എത്തിയാൽ. അത് ഈ ഇപ്പോഴത്തെ സ്ലോട്ടർ വെട്ടുമ്പോൾ പിന്നെ കൃത്യമായ നിയന്ത്രണത്തോടു കൂടിയൊന്നും അല്ലല്ലോ വെട്ടുന്നത്. അങ്ങ് വെട്ടി വിടുകയാണ്. തൊടിയുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാറില്ല.
അങ്ങനെ വന്നു കഴിയുമ്പോൾ മേലോട്ടുള്ള സപ്ലൈ ഇപ്പോഴാണെങ്കിൽ പോലും നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ലോട്ടർ വിട്ടുന്ന മരങ്ങൾക്കൊക്കെ ആദ്യത്തെ വർഷം നന്നായിട്ട് പാലുണ്ട്. പിറ്റേ വർഷമാകുമ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതിൻ്റെ പിറ്റേ വർഷം അതിൻ്റെയും പകുതിയുള്ളൂ. അങ്ങനെയാണ് ചിലപ്പം ഇതിൻ്റെ മേളത്തെ ചില്ലകളൊക്കെ ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ ആൾക്കാർ പറയും കേട്ടോ, കൂടുതൽ പാലിറക്കിയതിൻ്റെ ഫലമായിട്ട് മരം ഉണങ്ങാൻ തുടങ്ങി. പിന്നെ വേറൊരു അപവാദമുണ്ട്. പലരും പിന്നെ എത്തിപ്പോണുള്ള കെമിക്കലൊക്കെ അല്ലെങ്കിൽ ഉത്തേജിന് തേച്ച് പാലിറക്കും ഉണ്ടോ. എത്തിപ്പോൻ തേച്ചത് കൊണ്ടാണ് മരം ഉണങ്ങുന്നത്. പക്ഷെ സംഭവം ഇതാണ്, മേളോട്ട് വളവും വെള്ളം മേലോട്ട് കയറുന്നത്. മേളിൽ വെള്ളം ചെന്നില്ലെങ്കിൽ മരത്തിന് ഉണക്ക് തട്ടുകയല്ലേ. അതാണ് സംഭവം. പക്ഷേ അത് വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റബ്ബർ കൃഷിയോട് പറയാനുള്ള വസ്തുതയാണ്, നമ്മളിപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്. ഞാനും നേരത്തെ ഇതൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ അതിനെ ആദ്യ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. 70 വർഷത്തെ പരീക്ഷ നിരീക്ഷണ ഗവേഷണപരമായിട്ട് കണ്ടെത്തിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇതൊക്കെ പ്രാവർത്തികമാക്കിയാൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റബ്ബർ മരങ്ങൾ പണമരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് മായിക്കൊന്നുമില്ല. ഇതൊരു ഷീറ്റ് എഴുതിയുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 120 മരങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് 40 ഷീറ്റ് കിട്ടി. ഈ വർഷം അത് 60 ഷീറ്റാകും. അതിൻ്റെ പിറ്റത്തെ വർഷം അത് 80 ഷീറ്റ് വരെ ആകാം. അതിൻ്റെ പിറ്റത്തെ വർഷം അത് 100 ഷീറ്റ് വരെ ആകാം എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഞാനിത് കൈകാര്യം ചെയ്യുന്ന വർഷം വേണ്ട പോലെ ചെയ്താൽ, വേണ്ട പോലെ വളം ചെയ്താൽ, സ്പ്രേയിങ് ചെയ്താൽ ഇത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കാണുന്നത്. ഇതിന് പിന്നെ ബദലായ എന്നല്ല പറയുന്നത്, ഇതിന് പിന്നെ അനുഗുണമായിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇതിന് അധിക കാലമല്ലാതെ ഒരു ഗവേഷണത്തോടെ ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ. അവിടെ ഇത് പറഞ്ഞ 42 വർഷം പ്രായമായ EB1 മരങ്ങൾ സ്ലോട്ടർ ചെയ്യാൻ കാലം കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ പിന്നെ ജനുവരി മാസം പിന്നെ നല്ല ഉണക്കുള്ള അവസരത്തിൽ തന്നെ 3 മരത്തിന് ഒരു ഷീറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കണക്കൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കണക്കും പ്രകാരം പിന്നെ ഞാൻ പറഞ്ഞ ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെ 6-4 അനുഭവത്തിൽ പിന്നെ ഉടമയ്ക്കും തൊഴിലാളിക്കും ലഭിക്കുന്ന ആദായം വീതിക്കും അതനുസരിച്ച് 600 രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് തൊഴിലാളിക്ക് 1600 രൂപയായി. 1000 താഴെ രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഉടമയ്ക്ക് 2400 രൂപയായി. നോക്കണം, 100 മരം വെട്ടുമ്പോൾ 300 മരം വെട്ടുമ്പോഴല്ല, 300 മരം വെട്ടുമ്പോൾ കിട്ടിയ കാര്യമാണ് ഞാൻ 600 രൂപ കിട്ടുന്ന കാര്യവും 1000 താഴെ രൂപ കിട്ടിയിരുന്ന കാര്യവും പറഞ്ഞത്. അത് ഈ 100 മരമാക്കി കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം 100 മരമാക്കി കഴിഞ്ഞപ്പം തൊഴിലാളിക്ക് 1600-ഉം മുതലാളിക്ക് അല്ലെങ്കിൽ ഉടമയ്ക്ക് 2400 രൂപയായിട്ട് കിട്ടി. 5000 പിന്നെ 4000 രൂപ ഒരു ദിവസത്തെ ആദായം. അതായത് ഞാൻ അതൊക്കെ സൂചിപ്പിച്ചല്ലോ. ഒരു ദിവസം 20 കിലോ റബ്ബർ കിട്ടി, 100 രൂപ മരം വെട്ടിയപ്പം 10 കിലോ ഉണക്ക ഒട്ടുപാൽ കിട്ടി. അത് 150 രൂപ പിന്നെ റബ്ബറിൻ്റെ കണക്കാക്കി. അന്ന് 150 ഉള്ളായിരുന്നു. 100 രൂപ ഒട്ടുപാൽ, അങ്ങനെ കണക്കും 4000 രൂപ. അപ്പോൾ 6-4 അനുപാതത്തിൽ വരുമ്പം തൊഴിലാളിക്ക് 1600, മുതലാളിക്ക് 2400. അപ്പോൾ എത്രമാത്രം ആദായത്തിൻ്റെ എത്രമാത്രം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ജോലിയായി. 300 മരം വെട്ടാൻ 3 മുളക്കുണ്ട്. 3 മുക്കം അനുസരിച്ച് എല്ലാ ദിവസവും ജോലിയായി. എല്ലാ ദിവസവും പിന്നെ ഉടമയ്ക്ക് 2400 രൂപ കിട്ടുന്നു, തൊഴിലാളിക്ക് 1600 രൂപ വെച്ച് കിട്ടുന്നു. അപ്പോൾ എത്ര വ്യത്യാസം ആദായത്തിൽ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വസ്തുതയാണ് ഇത്. എനിക്ക് എൻ്റെ തോട്ടത്തിൽ ഇത് സംഭവിക്കുന്നത്, ഞങ്ങളുടെ തോട്ടത്തിൽ വല്ല ഇത് നടക്കുമെന്നാണ് അടുത്ത ചോദ്യം. അതിനാണ് ഞാൻ അടുത്തൊരു തോട്ടം കാണിച്ചു തന്നത്. അതെ, ഈ വർഷം ഇതുവരെ ടാപ്പിംഗ് തുടങ്ങിയില്ല. ഈ മാസം തന്നെ അടുത്ത ആഴ്ച ഞാൻ തുടങ്ങുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനും പോയി സഹകരിച്ചു കൊടുക്കും. കാര്യം അതൊരു ഗവേഷണത്തോട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു കൃത്യമായൊരു തോട്ടമാണത്. ഈ വർഷം എനിക്കറിയാം 2 മരത്തിന് അവിടുന്ന് 2 മരത്തിന് ഒരു ഷീറ്റ് എന്ന ഗ്രഹത്തിൽ അത് എത്തിക്കുക. അതായത് ഈ മെയ് മാസം തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കാണുന്നത്. 2 മരത്തിനാകുമ്പം പിന്നെ തൊഴിലാളി, അതായത് പിന്നെ 50 ഷീറ്റ് 5030 കിലോ 150 രൂപ വില വെച്ചാണെങ്കിൽ പോലും പിന്നെ 30 കിലോയ്ക്ക് 13-15 4500 രൂപ.
ഒട്ടുപാലിന് 500 രൂപ അല്ല കിട്ടുന്നത്, ഒരു 5500 രൂപ കിട്ടും. അത് ഇപ്പം 5000 രൂപ വെച്ച് കണക്കാണേലും 6-4 അനുപാതത്തിൽ വരുമ്പോൾ മുതലാളിക്ക് 3000 രൂപ. 100 മരം വെട്ടുമ്പോഴേ തൊഴിലാളിക്ക് 2000 രൂപ. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, തൊഴിലാളിക്ക് നേടി ടാപ്പിംഗ് ആരംഭിച്ചാൽ വേണ്ട പോലെ ചെയ്യുവാണെങ്കിൽ ഒരു 6 മാസത്തിനകം ഒരു കാറ് മേടിക്കത്തക്ക സാഹചര്യം എത്തും. എന്ന് വെച്ചാൽ ഒരു ചെറിയ തുക മുടക്കി പിന്നെ കാറ് ബുക്ക് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ CC അടക്കി കൊടുത്താൽ മതിയല്ലോ. ഇത് ഉറപ്പായ കാര്യമല്ലേ? ഓരോ വർഷവും ഓരോ ദിവസവും 2000 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു കാറ് മേടിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുത മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലാത്തതിൻ്റെ കാര്യമാണ് ഞാനിപ്പം പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം ഞാൻ ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് ആണ് നിങ്ങളുടെ വിചാരം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ തോട്ടം വന്ന് കാണണം. ഇത് നിങ്ങളെന്തോ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഈ പാലുണ്ടാക്കുന്നത് പറഞ്ഞാൽ വേറൊരു തോട്ടം നിങ്ങളുടെ തോട്ടം പോലുള്ള വേറൊരു തോട്ടത്തിൽ ഞാനിത് പരീക്ഷിച്ച് വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, മറ്റൊന്നുമല്ല, ഈ മരത്തെ പിന്നെ കൽപ്പവൃക്ഷമാണ്, കാമധേനുവാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലോക്ക് മരം ഉണ്ടെങ്കിൽ അയാൾക്ക് ധാരാളമായിട്ട് ഒരു വർഷം ഒരു മാസം 1.5 ലക്ഷം രൂപ കിട്ടത്തക്ക രീതിയിൽ ഒരു സാധാരണ ഒരു ചെറുകിട കർഷകനാണെങ്കിൽ അവർ തന്നെയാണ് ടാപ്പ് ചെയ്യുന്നത്. 300 മരം ഉണ്ടെങ്കിൽ ഒരു മാസം 1.5 ലക്ഷം രൂപ അവർക്ക് ലഭിക്കും. അതായത് 300 മരം ഉണ്ടെങ്കിൽ 100 മരം വെച്ച് വെട്ടിയാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും ജോലിയായി. അങ്ങനെ വെച്ച് കണക്കൂട്ടി കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താ ഒരു മാസം 1.5 ലക്ഷം രൂപ കിട്ടിയാൽ പോരെ? ഒരു ഭേദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് പോലും അത്രയും കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് കർഷകർ നിങ്ങളിങ്ങനെ പിന്നെ ഇതൊക്കെ പരാജയമാണ്, അല്ലെങ്കിൽ റബ്ബർ കൃഷി പരാജയമാണ്, നമുക്ക് മേൽഗതിയില്ല എന്നൊക്കെയുള്ള ചിന്തയൊക്കെ കളഞ്ഞിട്ട് പുതിയ ആശയങ്ങളെ, പുതിയ മാതൃകകളെ, പുതിയ കാർഷിക രീതികളെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഞാൻ കണ്ടെത്തിയതാണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്, ഈ മരത്തേൽ പാലുണ്ട്, നിങ്ങൾ ഈ പാലെടുക്കണം. പാലെടുത്താൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, ആദായം കിട്ടും, ഈ മരത്തിനും ഗുണം ചെയ്യും. കാരണം ഈ മരത്തിൽ പാൽ കെട്ടി നിന്നാൽ ഇതിന് ചില മരങ്ങളൊക്കെ പൊട്ടി ഒലിക്കും, അതിൻ്റെ പാൽസമ്മർദ്ദം കൂടി അത് ചീക്കായി മാറും. പലപ്പോഴും ഒരു മരം തന്നെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു 400 മില്ലി രക്തം ഒരാൾക്ക് പിന്നെ ദാനം ചെയ്ത് കൊടുത്തെന്ന് വിചാരിക്കുക. 400 മില്ലി രക്തം ഒരാളുടെ ജീവൻ തന്നെ ആയിരിക്കും രക്ഷിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ 400 മില്ലി എടുത്തതുകൊണ്ട് ഈ രക്തദാനം എന്ത് സംഭവിക്കുന്നു? കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല, ഒരാഴ്ചയ്ക്ക് 400 മില്ലിയും അവനിൽ ഉണ്ടായി കഴിയും. കൊടുത്താൽ ഏതാണ്ട് ഒന്നു തന്നെ. കൊടുത്താൽ ഉണ്ടാകും, കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുകയില്ല. നമുക്കറിയാം, രക്തത്തിൻ്റെ പിന്നെ ശാസ്ത്രമൊക്കെ അനുസരിച്ച്, മിതമായ ശാസ്ത്രം അനുസരിച്ച് ഒത്തിരി സെല്ലുകൾ നശിക്കുന്നു, ഒത്തിരി പുതുതായിട്ടുണ്ടാകുന്നു. ആ രീതിയിലുള്ള ക്രമം ഉള്ളൂ. നേരത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ വേഗം നമ്മുടെ ശരീരം വീണ്ടും പുനരുദ്ധരിക്കും. അല്ലെങ്കിൽ ആ രക്തം അത്രയും അളവ് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും ഉൽപ്പാദനത്തിലൂടെ ഉണ്ടാകും. ആ രീതി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ശങ്കിക്കേണ്ട. ഈ മരത്തിൽ നിന്ന് പാലെടുക്കണം. പാലെടുത്താൽ കർഷകരായ നിങ്ങൾക്കും ഗുണം ചെയ്യും, ഈ മരത്തിനും ഗുണം ചെയ്യും, ഈ മരത്തിൻ്റെ വളർച്ച കൂടും. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഒപ്പം നട്ട മരങ്ങളൊക്കെയാണ്. ഞാനൊരു 4 പട്ടയം വെട്ടിയ ഏതാണ്ട് 30 മരങ്ങളുണ്ട്. ആ 30 മരങ്ങൾക്കും വളർച്ച കൂടുതലുണ്ട്. ഏതാണ്ട് ആ 30 മരങ്ങൾക്കും ഇപ്പോൾ ഓരോ ഷീറ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുതയാണ്, പാലെടുക്കുന്നതല്ല കുഴപ്പം, പാലെടുക്കുന്ന രീതിയാണ് കുഴപ്പം. പാലെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും നഷ്ടം, റബ്ബറിനും നഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇപ്പം ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ വഴിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ റബ്ബർ കർഷകരെ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണക്കാരനായി മാറാം. ചെറുകിട കർഷകർക്കൊക്കെ ആണെങ്കിൽ മുതലാളിമാരാകാം. 5, 8, 10 ഏക്കർ സ്ഥലമുള്ള
കൂടുതൽ പണമുള്ളവർക്കാണെങ്കിൽ കോടീശ്വരന്മാരാകാം എന്ന് പറഞ്ഞ പോലെ ഉള്ള സാധ്യതയാണ് ഈ റബ്ബർ മരത്തെ നമുക്ക് കാണുന്നത്. പക്ഷേ നമ്മൾ ആ സാധ്യത നമ്മൾ പിന്നെ ചൂഷണം ചെയ്തെടുക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട പോലെ എടുക്കുന്നില്ല. അതിനുള്ള മാർഗ്ഗമാണ് ഇപ്പം നീഡിൽ ടാപ്പിങ്ങിലാണ് ഈ വിജയം വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ടാപ്പിംഗ് രീതി വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് പറയാനൊക്കെയല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ടൊഴുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ രണ്ടൊഴുക്കും തടയാതെ ഇപ്പം തന്നെ ആണെങ്കിൽ നല്ല ടാപ്പിങ്ങുകൾക്കൊന്നും കായം കൂടാതെ വെട്ടാനൊക്കെ അറിയാം. പക്ഷേ താവോട്ടുള്ള ഒഴുക്കിനെ തടയുന്നില്ലേ? ഈ പട്ട ചെത്തി മാറ്റി കഴിയുമ്പോൾ പിന്നെ താവോട്ട് ഒഴുകുകയാണ്. അപ്പം രണ്ടൊഴുക്കും തടയാൻ പാടില്ല. നീഡിൽ ടാപ്പിങ്ങിൽ ഈ രണ്ടൊഴുക്കും നമ്മൾ പഴയതുപോലെ വല്ല നിലവിലെന്ന പോലെ തുടരാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുകയാണ്. ഒരു തരത്തിലും തടയുകയില്ല. അതാണ് നീഡിൽ ടാപ്പിങ്ങിൻ്റെ വിജയം. ചുരുക്കി പറഞ്ഞാൽ ടാപ്പ് ചെയ്ത് പാലെടുക്കുന്ന രീതിയാണ് നീഡിൽ ടാപ്പിങ്. ഞാൻ നേരത്തെ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ നോക്കണം, ഇതൊരു ടാപ്പിംഗ് ആണോ? നിങ്ങൾ സമ്മതിക്കുമോ? ഇവിടെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉണ്ടോ, 2 കുത്തിയതേ ഉള്ളൂ. അത് പിന്നെ എത്തിപ്പൂടെ കേട്ട് കഴിയുമ്പോൾ ശരിക്കും അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. 1.5 ലിറ്ററിൻ്റെ ഷെയർട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നിറഞ്ഞും കഴിഞ്ഞാനുള്ള പാല് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുത്തിക്കഴിയുമ്പോൾ ഇതാണ് പട്ടയില്ല. അതിനുകൊണ്ട് പട്ടയ്ക്ക് പകരമായിട്ടാണ് ഈ ചാനൽ ബെൽറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പട്ടയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാ. അപ്പോൾ നീഡിൽ ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടാപ്പിംഗ് അല്ല, ടാപ്പിംഗ് ലെസ് ടാപ്പ് എന്നാണ്, ടാപ്പിംഗ് എന്നാണ് മറ്റൊരു അർത്ഥത്തിൽ പറയാം. ടാപ്പിംഗ് ലെസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ടാപ്പ് ചെയ്യാതുള്ള ടാപ്പിങ്, കുത്തിപ്പാലെടുക്കുന്ന രീതി എന്ന് ചുരുക്കം. അതുകൊണ്ട് ഒരു തരത്തിലും ഈ ടാപ്പിങ്ങിനെ നിങ്ങൾ ആദ്യത്തിൽ കാണരുത്. ടാപ്പ് ചെയ്യാതെ എങ്ങനെയാണ് പാലെടുക്കുന്നത് നിങ്ങൾ ചോദിക്കും. അത് തന്നെയാണ് ഈ നീഡിൽ ടാപ്പിങ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ഇങ്ങനെ ഒറ്റ കാര്യം നിങ്ങൾ പിന്നെ സ്വല്പം ഗവേഷണ ബുദ്ധിയുണ്ട്, നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ടാപ്പ് ചെയ്യാൻ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന തോട്ടങ്ങൾ 6 വർഷം 7 വർഷമൊക്കെ മരങ്ങൾ, ഒരു മരം പോലും അപ്പോൾ മടക്കി കാണുകയില്ല, ഇല്ലേ? ടാപ്പിങ് ആരംഭിച്ച ശേഷമാണ് ഈ മരപ്പ് വരുന്നത്. അപ്പം മരപ്പിൻ്റെ പ്രധാന കാരണം ടാപ്പിംഗ് ആണ്. ഇവിടെ ടാപ്പിംഗ് ഇല്ല, ടാപ്പിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് മരപ്പുണ്ടാകുന്നില്ല. നിങ്ങൾ ഈ തോട്ടം കയറാൻ 120 മരത്തിൽ ഒറ്റ മരം പോലും മരച്ചിട്ടില്ല. മരച്ച മരം കൂടെ മരപ്പ് മാറി വന്നു. അതിൻ്റെ രഹസ്യം അത് തന്നെയാണ്. അതുപോലെ പിന്നെ ഇങ്ങനെ പാൽ കുത്തിയെടുത്ത ഈ പാൽ സമ്മർദ്ദം കുറയുന്നു. അതിൻ്റെ പരമാവധി ചീക്കുണ്ടാകുകയില്ല. പ്രധാനമായിട്ട് ചീക്കുണ്ടാകുന്ന ഈ പൊട്ടി ഒലിച്ചാണ്. ആ ഭാഗത്ത് അണുസംക്രമണം ഉണ്ടായി അവിടെ ചീക്കാവും. ആ മരം തന്നെ ചിലപ്പോൾ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വസ്തുത ഇതാണ്, ടാപ്പിങ് കൂടാതെയുള്ള ടാപ്പിംഗ് എന്ന് വേണേൽ പറയാം നീഡിൽ ടാപ്പിങ്ങിനെ. ആ നിലയിൽ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ടാപ്പിംഗ് വളരെ എളുപ്പമായി. ഇതുപോലെ കുത്തിവിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ടാപ്പിംഗ് അറിയത്തില്ലാത്തവർക്ക് അത് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, ഇതെല്ലാം പറഞ്ഞാലും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയില്ല ഇത് പരാജയപ്പെടും. പലരും ഇത് ചെയ്ത് പരാജയപ്പെട്ടതായിട്ട് എനിക്കറിയാം. അതിൻ്റെ പ്രധാന കാരണം വേണ്ട പോലെ ചെയ്തില്ല. ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണ്ട പോലെ വണ്ടി ഓടിച്ചില്ല മറിയുമെന്ന് പറയുന്ന പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട പോലെ പഠിച്ചില്ലെങ്കിൽ പരാജയം സംഭവിക്കും. ഒറ്റ പോയിൻ്റോടെ ഞാനിവിടെ സൂചിപ്പിച്ചോളട്ടെ. നിങ്ങളിപ്പോൾ ഒരു പുതിയ ജോലിക്ക് ഒരു IT മേഖലയിലോ ഏതെങ്കിലും എൻജിനീയറിങ്ങിനോ ഒക്കെ പഠിക്കുന്നു. എത്ര വർഷം പഠിച്ച ശേഷമാണ് ബിരുദം കിട്ടുന്നത്, ഒരു നല്ല എൻജിനീയർ ആവുന്നത്, അല്ലെങ്കിൽ IT മേഖലയിൽ എവിടെയായാലും അല്ലെങ്കിൽ ഒരു അധ്യാപകനാവുന്നത്? എത്ര വർഷത്തെ പഠനം കൊണ്ടാണ്? പക്ഷേ ഇവിടെയൊക്കെ ഈ ആൾക്കാർ വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്നത്. നീഡിൽ ടാപ്പിങ്ങും കുറേ പഠിക്കാനുണ്ട്. ഈ പഠിത്തം കൂടാതെ പ്രാവർത്തികമാക്കി പ്രയോഗിച്ചാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന വസ്തുതയാണ്. ഞാൻ ഇറക്കിയ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം. കണ്ടാലും അത് പൂർണ്ണമാണെന്നില്ല. ഒരിക്കലും ഇവിടെ വന്നു പിന്നെ ഒരു ക്ലാസ് കൂടണം. ക്ലാസ് കൂടിയില്ലെങ്കിൽ ഈ തോട്ടമെങ്കിലും ഒന്ന് വന്ന് കാണണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സംശയങ്ങളും ധാരണാപേക്ഷകളും എല്ലാം മാറിക്കിട്ടും. അപ്പം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ വളരെ വേഗം ആകും. അപ്പം നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ വൻ ഉയർച്ച സമ്പാദിക്കാൻ ഈ മരത്തിന് കഴിയും.
ആ മരത്തിനെ അതേപോലെ നമ്മളെ വളർത്താനും ഉൽപ്പാദനം എടുക്കാനും പിന്നെ വേണ്ട വിധം പഠിക്കണം എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീഡിൽ ഷാപ്പിങ്ങിൻ്റെ ആ വീഡിയോകൾ ഞാൻ ഇതിന് ശേഷം 1 അല്ലെങ്കിൽ 2 വീഡിയോ കൊണ്ട് ഞാൻ സമാപിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്, ഈ B3 എന്നാണ് റബ്ബറിനം. എൻ്റെ കയ്യിൽ ഇപ്പം കൂടിയ സ്റ്റോക്കൊന്നുമില്ല എങ്കിൽ പോലും ചിലരൊക്കെ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഈ വർഷം പിന്നെ കുറേ തൈയുണ്ട്, ഇനി ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണേൽ ബുക്ക് ചെയ്യാം. 4ാം വർഷത്തിൽ ടാപ്പ് ചെയ്യാമെന്ന് കാണുമ്പോൾ നിങ്ങൾക്കറിയാം 3 വർഷം ലാഭിക്കുകയാണ്. 7 വർഷം എന്നാണ് ഒരു കണക്ക്, ചിലപ്പോഴൊക്കെ 8 വർഷമൊക്കെ എടുക്കും. അപ്പോൾ 3 വർഷത്തെ ലാഭം വരും. അപ്പോൾ 1 വർഷം പോയാൽ പിന്നെയും 2 വർഷം പിന്നെ ലാഭമാണ്. നേരത്തെ ടാപ്പിംഗ് ചെയ്യാം. 2 വർഷം കൂടെ കഴിഞ്ഞാൽ 2 വർഷം 3ാം വർഷത്തേക്കുള്ള നിങ്ങൾ എടുക്കുന്നതെങ്കിലും 1 വർഷത്തെ ലാഭം വരും. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പിന്നെ തൈകൾ ഉറപ്പാക്കാം. അല്ലെങ്കിൽ ഞാൻ വൻതോതിൽ ഈ നഴ്സറി പിന്നെ വ്യവസായം അല്ലെങ്കിൽ കൃഷി പിന്നെ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് ഇത് വേണമെന്ന് നിർബന്ധമുള്ളവരെ അല്ലെങ്കിൽ ബഡ് വുഡായിട്ട് കൊടുക്കും. ആർക്കും ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ശങ്കാവിഷയം വേണ്ട, കിട്ടുന്നില്ലല്ലോ എന്ന് ശങ്കാവിഷയം വേണ്ട. താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുക്കുമ്പോൾ അത് പലതരത്തിലായിരിക്കും. പിന്നെ ഈ സ്റ്റമ്പായിട്ട് അല്ലെങ്കിൽ കുറ്റിത്തൈയായിട്ട് കൂടത്തൈയായിട്ട് പിന്നെ വുഡായിട്ട് അത് ലഭ്യതയനുസരിച്ച് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ള നേരത്തെ ബുക്ക് ചെയ്യുക, ബന്ധപ്പെടുക. ഇത്രയും മെച്ചപ്പെട്ട ഒരു വെറൈറ്റി നിങ്ങൾക്ക് ലോകത്തോടൊപ്പം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത് ഇതിൻ്റെ വളർച്ച. 4ാം വർഷം ടാപ്പ് ചെയ്തോട്ട് ഇപ്പം തന്നെ അപ്പുറത്തൊരു തോട്ടത്തിലെ ഒരു 35 വർഷം പ്രായമായ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 70 ഇഞ്ച് വണ്ണത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. 2 ഷീറ്റ്, ഒരു മരത്തിൽ നിന്ന് 2 ഷീറ്റ്, അങ്ങനെയുള്ള 2 ഷീറ്റ് അവിടെ നിന്നിട്ടുണ്ട്. 2 മരമുണ്ട്. അതുപോലെ ഇത് വളരും. തടി വളർച്ച അത് പ്രകാരമാണ്. പിന്നെ രോഗങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾക്കൊരു ഈ തോട്ടം ഒറ്റ മരത്തിന് ചീക്കില്ല, ഒറ്റ മരത്തിന് പിന്നെ മരപ്പില്ല. അങ്ങനെ മെച്ചപ്പെട്ട ഒരു റബ്ബറിനം വേറെ ഇല്ലെന്ന് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ലോകത്തിലുള്ള റബ്ബറിനം എല്ലാം അറിയത്തില്ല, പക്ഷേ ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. എന്നെ കഴിയുന്നതും എന്നെ സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഷെയർ ചെയ്ത് വളരെ പ്രധാനമാണ്. ഇതൊരു നല്ല മെച്ചപ്പെട്ട ഒരു മേഖലയാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊരു നല്ല കാര്യമായിട്ട് അവർക്ക് ഇതിൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ ഒരു സാഹചര്യം ഒരുക്കുമല്ലോ. അതുകൊണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ സേവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.